ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് 6 സെൻറ്റ് സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു 6 സെൻറ്റ് സ്ഥലം കൂടി വരുന്നുണ്ട്. ഹലോ, ഞാൻ രാഗില. ഞാൻ ശ്രീകാന്ത്. എല്ലാവർക്കും എസ്വാഹാം ടോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീട് പരിചയപ്പെടുത്താനാണ്. ഈ വീട് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കൊഴുന്തിൽ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു നല്ലൊരു കിടിലൻ വീട് പരിചയപ്പെടുത്താനാണ്. അതായത് ഞങ്ങളെ പുറകിൽ കാണുന്ന ഈ ഒരു വീടാണത്. അപ്പോൾ നീലേശ്വരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ടൗണിൽ തന്നെ ആണെങ്കിലും നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കിടിലൻ വീടാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ മെയിൻ റോഡ് വരുന്നത് ആ ഒരു ഭാഗത്താണ്. അത് ടാർ റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് റോഡാണ് വരുന്നത്. ഇപ്പം ചെങ്കല്ലെല്ലാം പാകിയ ഒരു റോഡാണ്. അപ്പോൾ വീടിൻ്റെ ആ ഒരു ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 സൈഡിലും ഉണ്ട്. അപ്പോൾ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീട് വരുന്നത്. മതിലും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻ്റർലോക്കാണ് വരുന്നത് മുറ്റം ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ ബ്ലാക്ക് ഷെയ്ഡിലെ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പം പാർക്കിംഗ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ആ ഒരു ഭാഗത്തും കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 3 വണ്ടിക്ക് ഒരു നല്ലൊരു വലിയ കാറ് 3 എണ്ണത്തിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്പേസ് ഉണ്ട് ഈ ഒരു മുറ്റത്തിന്. ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ തന്നെ സിറ്റ് ഔട്ട് വരുന്നു. 2 ഭാഗത്തും നല്ല ഡിസൈൻ ആയിട്ടുള്ള പില്ലേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈല് കണ്ടില്ല, ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ടൈലാണ്. ഒരു സ്പേസർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആ ഒരു ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ 2 സൈഡിൽ കൊടുത്തത് ആ ഒരു സിറ്റ് ഔട്ടിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡാണ് ഈ ഒരു മൊത്തം എൻ്റെ വീടിന് പെയിൻറ് ചെയ്തിട്ടുള്ളത്. അതും ആ ഒരു നമ്മളെ ആ ഫ്ലോറിൽ ഉപയോഗിച്ച ആ ഒരു ഇൻ്റർലോക്കും തമ്മിൽ നല്ലൊരു മാച്ചിങ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത്, അതായത് ഡോർ പ്ലസ് വിൻഡോ, 2 ഭാഗത്തും വിൻഡോ വരുന്നു. സെൻട്രലായിട്ട് ഒരു സിംഗിൾ പാളിയിൽ നല്ലൊരു ഡോറ് വരുന്നുണ്ട്. നല്ലൊരു സ്പേസിൽ നല്ല കിടിലനായിട്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ഡോറാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഡോറ് കടന്ന് നേരെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ലിവിങ് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു സ്പേസ് ഉണ്ട് ഈ ഒരു ലിവിങ് ഏരിയക്ക്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവരെ ടി വിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു
ഇത് ചെയ്തിട്ടുള്ളത്. അത് നല്ല കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് പിന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലൊരു കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്പേസ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് ആ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, അതേപോലെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ആ നല്ല നല്ല ലുക്ക് ഈ ഒരു നമ്മുടെ ടി വി ഏരിയക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സിറ്റിംഗ് ഏരിയയും നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു സിറ്റിംഗ് ഏരിയ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വേണമെങ്കിൽ ഡോറിൻ്റെ നേരെ ഈ ഒരു ഭാഗത്ത് ഒരു പോയിന്റ്സ് കണ്ടില്ലേ, നമുക്കൊരു പൂജ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള സ്പേസും ഈ ഒരു ലിവിംഗ് ഹാളിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ കാര്യം പറയുന്നത്, സ്റ്റെയർ കേസിൻ്റെ കാര്യം നമ്മൾ പിന്നെ പറയാം. ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസ് വരുന്നത്. നമുക്ക് ആ ഒരു സ്റ്റെയർ കയറുന്നതിനോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു സ്റ്റെയർ കേസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അതായത് ആ ഒരു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ തൊട്ട് ഈ ഒരു സൈഡിൽ തന്നെയാണ് ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഒരു പർഗോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കിഡിലനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആ ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലേക്ക് വരുന്ന ഇതാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലേ, നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് വരുന്ന ആ ഒരു ഭാഗത്തും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അതായത് ഈ ഒരു ഭാഗത്തായിട്ടൊരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല കിഡിലനായിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിലെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഗ്രാനൈറ്റ് ഫിനിഷ്. നേരത്തെ അവിടെ പറഞ്ഞ പോലത്തെ ആ ഒരു ഡിസൈൻ ഇവിടെ ഒരു ഗ്രീൻ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഇതിൻ്റെ തൊട്ടടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കിഡിലനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ തന്നെയാണിത്. ആ ഒരു ഓവൽ ഷേപ്പും ആ ഗ്രാനൈറ്റും നല്ല കിഡിലനായിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് താഴത്തെ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ഒരു വാൾഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു കേട്ടോ. ആ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തൊരു വിൻഡോ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് 2 സിംഗിൾ പാളിയിലെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു ബെഡ് ആ ഒരു സെൻട്രലിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ലുക്ക് ഈ ഒരു ബെഡ്റൂമിന് നൽകുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ അടുത്ത ബെഡ്റൂം വരുന്നത്. അടുത്ത ബെഡ്റൂമിലും ഈ ഒരു ഭാഗത്തും നല്ലൊരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പച്ച വൈറ്റ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വിൻഡോ പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ സിംഗിൾ പാളിയിലെ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ പാളിയിലെ 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും സിംഗിൾ പാളിയിലെ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു കാണാൻ നല്ല രസം കൊടുക്കുന്നുണ്ട്. ആ ഒരു 2 സൈഡിലത്തെ വിൻഡോസും അത് ഈ ഒരു ബെഡ്റൂമിൽ നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ആ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നമുക്ക് കാണാം. നല്ല കിഡിലൻ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനാണ് കേട്ടോ. പിന്നെ ആ വർക്ക് നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടവൽ റാഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമോഡ്സ് ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയിലെ കമോഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മിററും അതേപോലെ തന്നെ ഒരു വാഷ് ബേസിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടൈലാണ് കേട്ടോ. ഒരു ആൻറ്റി സ്കിഡ് ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കിഡിലനായിട്ടുള്ളൊരു ഡിസൈനിൽ ടൈൽസാണ് ഈ ഒരു വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു 3 പാറ്റേണിലെ രീതിയിലാണ് ഈ ഒരു ടൈൽസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ ഭാഗത്തേക്ക് പോവാം. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു ഡൈനിങ് പാർട്ടീഷൻ ഈ ഒരു ഭാഗത്തുണ്ട് നല്ലൊരു പർഗോളയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള റൂംസിൽ നിന്ന് ഈ ഒരു കിച്ചണിലെ ടൈൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള റൂംസിലൊക്കെ നല്ല വിട്രിഫൈഡ് ടൈൽസിൻ്റെ 2x4 ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല സ്പേസർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു വുഡൻ ഫിനിഷുള്ള ഒരു ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ടൈൽസ് ഈ ഒരു കിച്ചൺ. അപ്പോൾ ഇനി നമ്മുടെ കിച്ചണിൻ്റെ കബോർഡ്സും കാര്യങ്ങളൊക്കെ പറ്റി പറയുന്ന സമയത്ത് ഒരു എൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു കിച്ചണിൻ്റെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിൽ നല്ലൊരു ഗ്രാനൈറ്റ് ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്.
നല്ല സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട് ഈ ഒരു കിച്ചണിന്. ഈ ഒരു ഭാഗത്തൊക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിങ്കിന്റെ പൊസിഷനും നല്ല വലിപ്പമുള്ള സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മെറ്റീരിയൽസിനൊക്കെ നല്ല ക്വാളിറ്റിയുടെ ഒരു രീതിയിലാണ് ഇതിൻ്റെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പെർഗോളേൻ്റെ ആ ഒരു ഡിസൈനും ഈ ഒരു കിച്ചണിന് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ആ ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് ഓവൻ വെക്കുന്നതിനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വെള്ളത്തിനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 പാളിലൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഈ സ്റ്റൗ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നല്ല കറക്റ്റ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണിൻ്റെ വർക്ക് ഏരിയ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വെക്കുന്ന സമയത്ത് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് സ്പേസ് ആ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. ഇത് പുറത്തേക്കുള്ള ഡോറാണ് വരുന്നത്. ഒരു ഗ്രില്ലിലാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു ബാത്റൂമിൽ കണ്ട ആ ഒരു ടൈൽസിന്റെ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത്. ഈ ഒരു ബാത്റൂമിനും കൊടുത്തിട്ടുള്ളത് നല്ല കിടിലനായിട്ടുള്ള ഒരു ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വെന്റിലേറ്റർ വരുന്നുണ്ട്. അതിന് മുകളിൽ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത വീടാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ വരുന്നത് 2 ബെഡ്റൂമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഹാൻഡ് റെയിൽസ് വരുന്നത് SS-ൻ്റെ ഹാൻഡ് റെയിൽസ് ആണ്. അതിൻ്റെ വുഡൻ പ്ലസ് SS മിക്സ് ആയിട്ടുള്ളൊരു പോസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടൈൽസ് എന്ന് പറയുന്നത് ഒരു വുഡൻ രീതിയിൽ ചെയ്ത രീതിയിലുള്ള ഒരു ടൈൽസാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിന്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിൽ കൊടുത്തുള്ള പർഗോളയും അതിൻ്റെ മുകളിൽ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന്. ഇനി നമ്മൾ ആ ഒരു സ്റ്റെയർ കേസ് കയറി വരുന്ന സമയത്ത് മുകളിലത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ ബെഡ്റൂം വരുന്നത്. നല്ലൊരു കിടിലൻ ബെഡ്റൂമാണിത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ബെഡ്റൂം. കാരണം വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ഫുള്ളായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. നമുക്കിവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടാനൊക്കെ മുമ്പിൽ നമ്മൾ ആ ഒരു സ്ലൈഡിങ് ഗ്ലാസ് തുറന്നാൽ നമ്മൾ എത്തിച്ചെല്ലുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഈ സ്പേസിലെ കാഴ്ച എന്ന് വെച്ചാൽ ഗംഭീരം. അത്രേ നമുക്ക് പറയാനുള്ളൂ. കിടിലൻ. അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്.
അപ്പോൾ നമ്മുടെ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്, അതുപോലെ തന്നെ ടോയ്ലറ്റിലും വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഏത് ഏരിയയിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മുകളിൽ വരുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം. നല്ല വിശാലമായ ഓപ്പൺ ടെറസാണ്. നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സ്പേസ് ഉണ്ട്. താഴത്തെ ആ ഒരു അതേ രീതിയിൽ തന്നെയാണ് മുകളിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലത്തെ ബാൽക്കണിയിലേക്ക് പോവാം. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് 6 സെൻറ്റ് സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു 6 സെൻറ്റ് സ്ഥലം കൂടി വരുന്നുണ്ട്. അത് ഈ ഒരു ഓണറുടെ സ്ഥലം തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പം 6 സെൻറ്റ് സ്ഥലമല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനിപ്പം സെൻറ്റിന് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു 2.5-3 വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 6 സെൻറ്റും കൂടി ഈ ഒരു ഇതിൽ അറ്റാച്ച് ചെയ്താൽ നമുക്ക് ഓൾറെഡി 12 സെൻറ്റ് സ്ഥലമായി. അപ്പോൾ നമുക്ക് വലിയൊരു സ്ഥലം കൂടി നമുക്ക് വേണമെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. 3 ബെഡ്റൂമുള്ള നല്ല ക്ലീൻ ആയിട്ട് ചെയ്ത, അതായത് വർക്കിൻ്റെ കാര്യത്തിൽ ഒരു ക്വാളിറ്റി കോംപ്രമൈസും ചെയ്തിട്ടില്ല, വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീലേശ്വരം ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സ്കൂളുണ്ട്, അമ്പലമുണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്. ഇനിയിപ്പം നീലേശ്വരം ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു വീട് എടുത്തിട്ട് ഇനി ഒരു പണിയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് താമസിക്കണമെങ്കിൽ താമസിക്കാം. എല്ലാ വർക്കും ഫിനിഷ്ഡ് ആണ്. ഇനി കുടിവെള്ളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് ബോർവെല്ലാണ്. ഇനിയിപ്പോൾ കിണറും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെയൊക്കെ മുകളിൽ വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമില്ല. ഇനി അതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് 6 സെന്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ കിടിലം വീടിന്റെ ഏരിയ വരുന്നത് 1700 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന് അവർ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളും കൂടിയാണ്. നല്ലൊരു കിടിലൻ വീട്, നല്ലൊരു കിടിലൻ സ്ഥലത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ 9495728975. അതുപോലെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങളുടെ ചാനൽ വഴി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഈ ഒരു ഓണറിൻ്റെ നമ്പറും നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബൈ.